20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. നഗരസഭയിൽ ഡ്രീംലാൻഡ് മുനിസിപ്പൽ പാർക്കിൽ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി. ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഈ കാലഘട്ടത്തിൽ നഗരസഭയിലെ വനിതകൾക്ക് മുൻഗണന നൽകിയാണ് ഓപ്പൺ ജിം സ്ഥാപിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭയിൽ ഡ്രീംലാൻഡ് മുനിസിപ്പൽ പാർക്കിൽ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി. ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഈ കാലഘട്ടത്തിൽ നഗരസഭയിലെ വനിതകൾക്ക് മുൻഗണന കൊടുത്ത് 16ാം വാർഡിനായി അനുവദിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PPL ദോസ് നിർവഹിച്ചു. അല്ലെങ്കിൽ സമീപ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ഈ പാർക്കിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. 8 ലക്ഷം രൂപ ആദ്യം അനുവദിച്ചു. വീണ്ടും 2 ലക്ഷം രൂപ കൂടി അതിൻ്റെ റൂഫിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നീക്കിവെച്ച് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു 90% നിർമ്മാണ വേല പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവേശനത്തെ സംബന്ധിച്ച് ജോയിസ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായും പാർക്ക് എന്ന് പറയുന്ന നഗരസഭയുടേതാണ്. ഈ പാർക്കിലെത്തുന്ന എല്ലാവർക്കും പ്രവേശിക്കണമെങ്കിൽ നിശ്ചിത ഫീസ് കൊടുക്കണം. ഫീസ് കൊടുത്തു കഴിഞ്ഞ് കയറിയാൽ യാതൊരു കുഴപ്പമില്ല. ഈ ഓപ്പൺ ജിംനേഷ്യം ഉപയോഗിക്കുന്നതിന് പ്രത്യേക ഫീസ് നഗരസഭ ഏർപ്പെടുത്തില്ല എന്ന് ഉറപ്പുവരുന്നു. ആദ്യം 8 ലക്ഷം രൂപയും പിന്നീട് 2 ലക്ഷം രൂപയും അനുവദിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. വ്യായാമത്തിനായി പാർക്കിലേക്ക് കടന്നു വരുന്നവർക്ക് പ്രവേശന ഫീസ് സൗജന്യമായിരിക്കും. വാർഡ് കൗൺസിലർ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മുടെ തലമുറയും നമ്മളൊക്കെ തന്നെയും പോകുമ്പോൾ അതിനെ തിരിച്ചു പിടിക്കുവാനായിട്ട്, നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കുവാനായിട്ട് ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ വ്യായാമത്തിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രീതിയിൽ ഈ ഒരു പദ്ധതി മുൻപോട്ട് കൊണ്ടുവരുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ചെറിയാൻ മാതേക്കൽ, സജീവ് ചാത്തംകണ്ടം, സബോറ ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.